ഹല്ലേലൂയ. അണക്കരയിൽ ഞാനവിടെ ധ്യാനത്തിന് അവസരം ആളുകൾ ഈ കട്ടിൽ കുറച്ചൊക്കെ ഉള്ളൂ, ബാക്കി കുറച്ച് പേര് നിലത്തൊക്കെ കിടക്കേ. അപ്പോൾ ചില ആളുകൾ ബോധപൂർവ്വം അവർ നിലത്തൊന്ന് കിടക്കുന്ന ചില വളരെ റിച്ചായിട്ടുള്ള ആൾക്കാർ, കോടീശ്വരന്മാർ, 10,000 കോടിയുടെ ടേൺ ഓവറൊക്കെ ഒരു വർഷമുള്ള ആളുകൾക്ക് വന്നിട്ട് നിലത്ത് കിടന്ന് അവർ 5 ദിവസവും വളരെ ഞെരുക്കത്തിൽ കിടന്ന് ധ്യാനിച്ചിട്ട് പോകുന്ന കാണാറുണ്ട്. അപ്പോൾ അവർ ഇത് എല്ലാം തകർന്നു. അവർക്കും മനസ്സിലായി എളിമപ്പെടാഞ്ഞതാണ് കാര്യം. കോടികളുടെ സമ്പത്തുണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനം എന്നതില്ല, ദൈവാനുഗ്രഹം മാത്രമില്ല. പണം ഉണ്ടായതുകൊണ്ട് സമാധാനം കിട്ടണമെന്നില്ലല്ലോ. ഇന്ന് പണമുള്ള പല കുടുംബങ്ങളിലാണല്ലോ സമാധാനം ഇല്ലാത്തത്. സമാധാനം ദൈവം തരുന്നതാണല്ലോ, ദൈവം തരുന്നതാണ് സമാധാനം. ദൈവത്തിന് മാത്രമേ നിലനിൽക്കുന്ന സമാധാനം തരാൻ പറ്റുള്ളൂ. അത് കൈയടിച്ച് കർത്താവ് പറഞ്ഞേ മക്കൾ പോരാ ഉച്ചത്തിൽ ഹല്ലേലൂയ. സങ്കീർത്തനം 9:19 പറയുന്നു, കർത്താവേ എഴുന്നേൽക്കണമേ. അതിനുശേഷം പറയുക, മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ, മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ. ചില വിവാഹ ബന്ധങ്ങൾ തകരുന്നത് അഹങ്കാരമാന്നേ. ഡിവോഴ്സ് ഉണ്ടാകുന്ന അഹങ്കാരം. ചേരിയല്ല, ഭാര്യയ്ക്കും അഹങ്കാരം, ഭർത്താവിനും. പിന്നെ പറ്റുന്ന പണി ഡിവോഴ്സേ ഉള്ളൂ. ചേരിയാലത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. കാരണം രണ്ടുപേരിൽ ഈഗോയാ, അഹങ്കാരം എന്ന സ്പിരിറ്റ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ്. ഇന്ന് മനുഷ്യനെ കൺട്രോൾ, കടകളും എവിടെ വേണം പൊക്കൂ, സംസാര ഭാഷയും അഹങ്കാരം, ഞാനെന്ന ഭാവം ഇത് കയറിപ്പിടിക്കുക. അതുകൊണ്ട് ചാക്കൊടുത്ത് ചാരം പൂശി നിലത്ത് കിടക്കേണ്ട ഒരവസ്ഥയായി നമ്മൾ. അത് അടങ്ങിയ അല്ലെങ്കിലുണ്ടല്ലോ അനർത്ഥങ്ങളുണ്ട്, ഉറപ്പാണ്. എത്ര വലിയ കുടുംബം എന്ന് പറഞ്ഞിട്ട് പേരും പെരുമയുള്ള കുടുംബമാണ്, ഒരു കാര്യമില്ല. താന്നു കൊടുത്തില്ലെങ്കിൽ അനർത്ഥം ഉണ്ടാവും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 11:32 നിനവേ നിവാസികൾ വിധി ദിവസത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ടവർ പശ്ചാത്തപിച്ചു, പശ്ചാത്തപിച്ചു. ആ വചനം അവർ ചാക്കൊടുത്ത് ചാരം എളിമപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 18:9-14 ഫരിസേയൻ്റെ ചുങ്കക്കാരൻ്റെയും സംഭവം. അതിൻ്റെ അവസാനം കാണാം 13-14. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്നും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങും. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവനെ താഴ്ത്തുന്ന ദൈവം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുമ്പോൾ ഫരിസേയൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം. മുഴുവൻ പ്രാർത്ഥനയ്ക്ക് ഒറ്റ വാക്കുകൾ അഹങ്കാര, ഈഗോയ. പല പ്രാർത്ഥനക്കാരനാണ്, നല്ല സ്തുതിപ്പൊക്കെ ഉണ്ട്, അത് സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ട്. എനിക്കൊരു ഐ ഹാവ് നോ പ്രോബ്ലം, ഐ എം പെർഫെക്റ്റ്, എനിക്കൊരു പ്രശ്നം, ഐ എം ഹോളി, ഞാൻ വിശുദ്ധനാ, ഈ ഒരു കാഴ്ച. പക്ഷേ ചുങ്കക്കാരൻ അതല്ല. അതിന് കാരണം വെച്ചാൽ ഈ ഉള്ളു കാണുന്നത് അത് ചുങ്കക്കാരൻ അവൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളു കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരു വിചാരം അവനുണ്ട്. അവൻ്റെ പ്രവർത്തികൾ പരിശോധിക്കുന്ന, അതായത് സങ്കീർത്തനം 139:1-6 വരെയുള്ള വചനം, കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അവിടുന്ന് അറിയുന്നു, എൻ്റെ മുമ്പിലും പിമ്പിലും എല്ലാം അറിയുന്നൊരു ദൈവം, എന്നെ അറിയുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് കള്ളം പറയാൻ പറ്റിയല്ല. എനിക്ക് എൻ്റെ പ്രവർത്തികൾ അറിയുന്നൊരു ദൈവമുണ്ട്. അതാണ് എളിമയുള്ളവൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കാണും. ദൈവം കാണുന്നത് അവൻ അറിയാം, അവനെ കാണുന്ന ദൈവത്തെ അവൻ കാണും. എളിമയുള്ളവർക്കത് കാണും. അഹങ്കാരിക്ക് ദൈവം നോക്കുന്നത് കാണാനും പറ്റത്തില്ല, ദൈവം നോക്കുന്നത് അവൻ അറിയില്ല. ദൈവം കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരിക്കലും ചിന്തിക്കുന്നത് പോലെ. ആരെ നശിപ്പിച്ചാലും, അപ്പനെ നശിപ്പിച്ചാലും, അമ്മയെ മരിച്ചാലും, അയൽക്കാരെ നശിപ്പിച്ചാലും, മ്ലേച്ഛ പാപത്തിൽ വീണാലും, അന്ധവിശ്വാസങ്ങളുടെ മന്ത്രവാദത്തിൻ്റെ ഒക്കെ വഴിയപ്പോൾ അവനത് ബാധകം. കാരണം അഹങ്കാരം ഒരു കല്ലാണ്. ലാസറിന്
ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിലിരിക്കുന്നൊരു വലിയൊരു കല്ലുണ്ട്. ആ കല്ലാണ് ഈഗോ, അഹങ്കാരം. ഈ കല്ല് മാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് പറ്റിയറിയോ, അവൻ 4-ാം പൊക്കവും ഈ 4 ദിവസം കഴിഞ്ഞപ്പോൾ ലാസർ ഉയർത്തി. പക്ഷെ ഇവിടെ 4 400 ദിവസം കഴിഞ്ഞാലും നീ ഉയർത്തെഴുന്നേൽക്കില്ല. നിന്നിലെ അഹങ്കാരം, ദൈവത്തിൻ്റെ കരം തൊട്ടടുത്ത് വരുന്നത്. ശുശ്രൂഷകൾ നടക്കുമ്പോൾ നിൻ്റെ അടുത്ത്, തൊട്ടടുത്ത് കല്ലറയുടെ മുമ്പിൽ, ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരയുന്ന പോലെ കർത്താവ് നിൻ്റെ അടുത്ത്. പക്ഷെ നിന്നിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, നിൻ്റെ ഉള്ളിലോട്ട്. കാരണം ഞാൻ തിരുത്തുന്നില്ല, ഞാൻ എന്നെ തന്നെ വലിയ ആളായിട്ട്, ഈഗോ ആയിട്ട് എനിക്കെല്ലാം അറിയാം, ഐ എം ഹോളി, ഐ എം പെർഫെക്റ്റ് മൂടിയിട്ട് കഴിയാണ്. സ്ഥലപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ശരിക്കും കല്ലറയുടെ പ്രത്യേകത എന്താ? ആ കല്ലറയുടെ ഉള്ളിൽ ചീഞ്ഞൊരു മനുഷ്യൻ കിടപ്പുണ്ട്, അഴുകിയ മനുഷ്യൻ. പക്ഷെ ആ കല്ലുകൊണ്ടത് മൂടി വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളൊക്കെ നല്ല വേഷമിട്ട് നല്ല പേരൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിൽ ഒരുപാട് ശവങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഉള്ളിൽ ഒരുപാട് ശവങ്ങളുണ്ട്, പാപത്തിൻ്റെ ബന്ധങ്ങൾ സൂക്ഷിച്ചു. പക്ഷേ പുറമേ നോക്കുമ്പോൾ നല്ല മിനുസമുള്ള മനോഹരമായ മാർബിൾ ശിലകൾ പതിച്ചിരിക്കുക. ചില വീടുകളൊക്കെ നല്ല മാർബിൾ ശിലകൾ പതിച്ചിരിക്കുക, നല്ല ഗംഭീരമായിട്ട്, നല്ല പെയിൻ്റൊക്കെ അടിച്ച്, നല്ല ഡെക്കറേറ്റഡ് ആയിട്ട്, സോ ബ്യൂട്ടിഫുൾ ഒരുപാട്. പക്ഷേ അതിനകത്ത് മുഴുവൻ അഴുകിയ മനുഷ്യനാണ്. അപ്പം അത് മറയ്ക്കാണല്ലോ, അത് മറയ്ക്കാൻ അഹങ്കാരം എന്തിനറിയോ? പാപം മറയ്ക്കാൻ ഉപയോഗിക്കുന്നൊരു ആയുധമാണല്ലോ ഈഗോ, അഹങ്കാരം. പാപം മറയ്ക്കാൻ, എൻ്റെ ഉള്ളിൽ ഞാൻ മോശമാണെന്ന് ആരും അറിയാതിരിക്കാൻ ഉപയോഗിക്കുന്നൊരു ഒരു മാർഗമാണ് അഹങ്കാരം എന്ന സംഭവം, ഈഗോ എന്ന സംഭവം. ഇത് കയറുമ്പോൾ കൃപയൊടുകില്ല, ക്ഷമിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ആരെയും ഒരു സുവിശേഷ പ്രഘോഷങ്ങൾക്ക്, ഒരു മാനസാന്തരങ്ങൾ, പള്ളി വരെ കൈയും കെട്ടിയിരുന്ന് കുർബാനയിലൊക്കെ പങ്കെടുക്കും. പക്ഷേ ജീവിതത്തിലേക്ക് അത് ഒടുകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കൃപയെന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊടുക്കും. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാസിയായിട്ട് നിൽക്കുന്ന, എളിമപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മയിലേക്കാണ് വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അരൂപി, വചനത്തിൻ്റെ ജീവൻ, വചനമായി ഈശോ വന്ന് പ്രവേശിക്കുന്നത് എന്ന് നീ ഓർത്തണം. അവിടെ നീ പഠിച്ചു വെച്ച തത്വശാസ്ത്രങ്ങളും എല്ലാ അറിവുകളും കഴിവുകളും ഒക്കെ കൊള്ളാം. പക്ഷേ ഇതൊരുപക്ഷെ നിൻ്റെ കൃപയ്ക്ക് ബ്ലോക്കാകാൻ ഏറെ സാധ്യതയുണ്ട്. എളിമയില്ലെങ്കിൽ ഓർത്തു കൃപ ഒഴുകില്ല. അതാണ്, ഈ എളിമയില്ലെങ്കിൽ കുമ്പസാരം നടക്കില്ല കേട്ടോ. ഒരു കരയാൻ പറ്റില്ല, കരഞ്ഞൊരു കുമ്പസാരം നടക്കില്ല, വിശുദ്ധീകരണം നടക്കില്ല. പാപം നമ്മളെ ബന്ധിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ പോരാ. എസെക്കിയേലിന്റെ പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിച്ചോണം. കർത്താവ് എന്നോട് അരുളിച്ചത്, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചത്, അഹങ്കാര തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്, സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ മറഞ്ഞിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിൻ്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിൻ്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിൻ്റെ മേൽ അയക്കും. നിൻ്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിൻ്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിച്ഛേദനെ പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും. കർത്താവായി ഞാനാണിത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്നോട് അരുളിച്ചത്, മനുഷ്യപുത്ര, ടൈർ രാജാവിനെ കുറിച്ചൊരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഢൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണനിർമ്മിതമായിരുന്നു.
നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെടുന്നതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവൽ നിന്ന് കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്നെ ഞാൻ നിലത്ത് എറിഞ്ഞു കളഞ്ഞു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അഹങ്കാരം വരുമ്പോൾ അഹങ്കാരം കൃപയുടെ ബ്ലോക്കത. അഹങ്കാരം അപ്പോൾ എളിമപ്പെടണം, ഒരുപാട് താഴ്ന്നു കൊടുക്കണം. ബുദ്ധിയിലാണ് അന്ധകാരം. എന്നാൽ ഒരുപാട് ഒരു ബുദ്ധിയിൽ അന്ധകാരം. 2 കൊരിന്ത്യർ 4:4 പൈശാചിക ബന്ധനമുണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവിടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ചാക്കുടുത്ത് ചാരം പൂശി നിലത്ത് കിടക്കുന്നൊരനുഭവം. അത് എളിമപ്പെട്ടാൽ മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യം. എളിമപ്പെട്ടാൽ മതി. ഒരുവൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന അനർത്ഥങ്ങൾ, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനത്തെ ദൈവം തടയും. ദൈവം തടയും. അത് ഏത് പൈശാചികത്തെ തടഞ്ഞുവിടും. എളിമപ്പെടുന്നവനെ ദൈവം സംരക്ഷിക്കണ്ടോ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തി. ദൈവം നോക്കിയുള്ളൂ. അവിടെ ആരും ദൈവം അവനാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. ദൈവമേ എന്നോട് കരുണയായിരിക്കണേ എന്ന അതാണ് ചുങ്കക്കാരൻ ചൊല്ലുന്നത്. ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവനറിയാം അല്ലാതെ വേറെ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അവനെ ഉയർത്തില്ല. അവൻ്റെ ഉള്ളു കാണും ദൈവം. അവൻ്റെ രഹസ്യപാപങ്ങൾ ദൈവം അറിയും കേട്ടോ. അത് പരസ്യമായി ഇന്നുണ്ട്. മനുഷ്യൻ രഹസ്യമായി ചെയ്യുന്നില്ല, പരസ്യമായിട്ടത് വെളിപ്പെടുവേ. ശ്രമണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 90:8 ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഞങ്ങൾ രഹസ്യം ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്. ഉള്ളിലെ മനുഷ്യൻ്റെ ചിന്തകളെ ഈശോ വചനമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അവരോട് ഹൃദയവിചാരങ്ങൾ അവർ ചിന്തിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അവരോട് ചോദിക്കുന്നു പറഞ്ഞുണ്ട്. അപ്പം ഹൃദയത്തിൽ നീ ചിന്തിക്കുന്നതല്ല അശുദ്ധി. ഇവിടെ ഇരുന്നു കൊണ്ടുപോലും പാപം ചിന്തിക്കുമ്പോൾ അത് ദൈവം അറിയുന്നുണ്ട്. അതാണ് അഹങ്കാരമുള്ളവൻ വചനത്തിനായിട്ട് ഹൃദയം തുറക്കില്ല, ഈശോയുടെ മുമ്പ് നിൽക്കില്ല. അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിക്കുന്ന ഒരു ആത്മീയത ഉണ്ടാകണം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ദൈവത്തിൻ്റെ മക്കളൊന്ന് എന്നിട്ട് ഉച്ചത്തിൽ ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിലേക്ക് പോകുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനിവേയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടി വന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. കണ്ടോ, രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരം പൂശി നിലത്തിരുന്നു. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, വിശുദ്ധരുടെ ജീവചരിത്രം, വിശുദ്ധ അമ്മ തെരേസയുടെയൊക്കെ ജീവചരിത്രം പഠിക്കുമ്പോൾ, സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം പഠിക്കുമ്പോൾ, അങ്ങനെ പുണ്യവാന്മാർ, സെൻറ്റ് മറിയം ഓഫ് ഈജിപ്ത്, അതിനൊക്കെ സഭാപിതാക്കന്മാരുടെയൊക്കെ അവരൊക്കെ എടുത്ത മാധ്യമം, അവർ ഒത്തിരി എളിമപ്പെട്ടു. താഴോട്ടിറങ്ങുന്നുണ്ട്, അവർ എളിമപ്പെടുക. ചാക്കൊടുത്ത് ചാരം പൂശി എളിമപ്പെടും. എളിമപ്പെട്ടപ്പോഴാ ഇവർക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്, കൃപ കിട്ടും. നമ്മൾ എളിമപ്പെടും, നമ്മൾ വിടില്ലല്ലോ. ഇപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലൊക്കെ ഉള്ള അപകടം എൻ്റെ കയ്യിലിരിക്കാം. പണ്ട് നമ്മൾ കഥ വെറുതെ തമാശ കക്ഷത്തിലിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്നത് കിട്ടുകയും ചെയ്യണം. അതായത് ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറല്ല, പക്ഷേ എനിക്കെല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരികയും ചെയ്യും. അത് എളിമപ്പെടാൻ തയ്യാറല്ല, എളിമപ്പെടാൻ ഈ തലമുറയുടെ അനർത്ഥത. കുടുംബത്തിൽ അപ്പൻ എളിമപ്പെടാൻ തയ്യാറല്ല, അമ്മ എളിമപ്പെടാൻ തയ്യാറല്ല, മകൻ എളിമപ്പെടാൻ തയ്യാറല്ല.
മകൾ എളിമപ്പെടാൻ ചിലപ്പോൾ ഞങ്ങൾ വൈദികർ ചിലപ്പോൾ എളിമപ്പെടാൻ തയ്യാറല്ല, സന്യസ്തർ ചിലപ്പോൾ എളിമപ്പെടാൻ തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ അനർത്ഥങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഞാനും നിങ്ങളും മുഖാഭിമുഖം കാണേണ്ടി വരും. ഹല്ലേലൂയ. രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരം പൂശി നിലത്തിരുന്നപ്പോഴാണ് അവരേക്ക് വന്നിരുന്ന ഒരു വലിയൊരു അപകടം മാറിപ്പോകുന്നേ. എളിമപ്പെടുന്നവനെ ദൈവം താങ്ങും, അഹങ്കരിക്കുന്നവന് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടില്ല. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ പോരാ. ഉച്ചത്തിൽ കൈയടിച്ചേ, ഉച്ചത്തിൽ കൈയടിച്ചേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. അഭിഷേകം കൊടുക്കട്ടെ. രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 28-29 ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരികെ വന്ന് നീ ദൈവത്തെ തേടാൻ പറയുക. 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് നീ ദൈവത്തെ തേടുക. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് കൃപയും രക്ഷയും നിത്യാനന്ദവും പ്രദാനം ചെയ്യും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരം വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. പൈശാചിക പീഡയൊക്കെ കയറി ആഞ്ഞടിച്ച് ചില വീടുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. ആത്മീയ ജീവിതത്തൊക്കെ പോവുക, വിശുദ്ധിയൊക്കെ പോകുക. കാരണം അഹങ്കാരമുള്ള വ്യക്തിക്കൊന്നും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വിശുദ്ധിയൊന്നും നടക്കില്ല. അഹങ്കാരം എന്നുള്ളത് മാറണം. ഞാനെന്ന് ഈഗോ എന്ന് മാറണം, എളിമപ്പെടണം. ഭൂമിയോളം പരിശുദ്ധ അമ്മയെ പോലെ, പരിശുദ്ധ പൗലോസ്ലീഹായെ പോലെ. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ പഠിക്കുമ്പോഴേ പൗലോസ്ലീഹയുടെ വളർച്ചയുണ്ട്, ഒരു പ്രത്യേക വളർച്ചയാണ്. സ്ഥിരപ്പെടുത്തി പ്രത്യേക ഹല്ലേലൂയ. അതായത് 40-50 പ്രത്യേകിച്ച് AD 40-50 ലേഖനങ്ങൾ, പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുമ്പോൾ പൗലോസ്ലീഹ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് അപ്പസ്തോലന്മാരിൽ ചെറിയവൻ. കാരണം അപ്പസ്തോലന്മാരിൽ ചെറിയവനാണ് ഞാനെന്ന് പറയുക. അതായത് സഭയുടെ നേതൃത്വത്തിൽ കഴിയുന്നവരിലെ എളിയ ദാസൻ എന്ന് പറഞ്ഞൊരു രീതിയില്ലേ. 50-55 ആ കാലഘട്ടങ്ങളിലെ ലേഖനങ്ങളിൽ പൗലോസ്ലീഹയുടെ ഭാഷ മാറുന്നുണ്ട്. പൗലോസ്ലീഹ പറയും വിശുദ്ധരിൽ ഏറ്റവും ചെറിയവൻ. വിശുദ്ധർ വെച്ചാൽ ആദ്യം ക്രൈസ്തവരെ വിളിച്ചിരുന്ന വിശുദ്ധരുന്നു, എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചത്. അപ്പോൾ അവരിലെ ഏറ്റവും എളിയവനെന്ന് പറയുകയാണ്. എന്നാൽ 60-ന് ശേഷമുള്ള ലേഖനങ്ങൾ വരുമ്പോൾ, അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന വേറൊരു വാക്കാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അതാണ് ആ വളർച്ച. അതാണ് ആദ്യം പറയുന്നത്, ഞാൻ അപ്പസ്തോലന്മാരിൽ ചെറിയവൻ, 2 വിശുദ്ധരിൽ ചെറിയവൻ, 3 പാപികളിൽ നിന്ന്. അത്ര എളിമപ്പെടും. ശരിക്കും ദൈവാനുഭവമുള്ള വ്യക്തിക്ക് എളിമപ്പെടാതിരിക്കാൻ പറ്റും. ദൈവത്തെ കണ്ടുമുട്ടിയവൻ ഭൂമിയോളം താഴ്ന്നവനായിരിക്കും, അല്ലാതെ ഒരിക്കലും സാധ്യമല്ല. ദൈവത്തെ കണ്ടുമുട്ടിയവർക്ക് എളിമയുണ്ട്, അഹങ്കാരത്തിൻ്റെ ലെവലേഴ്സും പോലും ഉണ്ടാകില്ല. നമുക്ക് എളിമപ്പെടാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സത്യമേ ചേർന്നിടുന്നു. ജീവനേ സത്യമേ അങ്ങിൽ ഞാൻ ചേർന്നിടുന്നു. കൈകൾ ഉയർത്തി പാടാമോ? ആരാധന ആരാധന ആരാധന. അഭിഷേകം ആരാധന
അവധില്ല ആർക്കുമേ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ അവധില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങിൽ മാറി ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. കൈകൾ ഉയർത്തി ആരാധന 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 ഒറ്റ വിളിച്ച് അതുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ പുസ്തകം പരിശുദ്ധ ഖുർആൻ എടുത്ത് ദൈവജനത്തിന്റെ കുരിശാണ് ചെയ്ത് ആശീർവദിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ തിരുക്കുരിശിനെയാണ് ആശീർവദിക്കുമ്പോൾ നമ്മുടെ പേര് ദർശനപ്പെടുന്ന പേരും പാപരോഗ അസ്വസ്ഥകളും ആത്മാവിനാൽ അകറ്റപ്പെടുന്നു. അധികാര ശക്തി വെളിപ്പെടുന്നു. സൈനിക അധികാര ശക്തി വെളിപ്പെടുന്നു. ഒറ്റ വിളിച്ചവേ പ്രാപിക്കുന്നു. പെൺകൾക്ക് മോതിരം മറ്റർക്ക് കാണിച്ച് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം മാനസാന്തരത്തിന്റെ കൃപണത്തെ വിശ്വകർത്താവാണെന്ന് ഏറ്റവും കൃപ ലഭിക്കട്ടെ. വിശ്വമാത്രമാണ് 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 ഒറ്റ വിളികരമെത്തി വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു.